ഹായ് എവരിബഡി. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ കൂടുതലായിട്ട് ആളുകൾ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ വരുന്നത്. ചില പാർട്ട് ടൈം ആയോ, പാർട്ട് ടൈം ജോബ് സെറ്റായോ എന്നുള്ള നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ UK-ലാണെങ്കിൽ തന്നെ പാർട്ട് ടൈം ജോബ്, ഞാനിപ്പോൾ ലണ്ടനിലാണല്ലോ താമസം, ലണ്ടനിലാണെങ്കിൽ തന്നെ പാർട്ട് ടൈം ജോബിൻ്റെ ചാൻസസ് അല്ലെങ്കിൽ സാധ്യതകൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. UK-ൽ വന്നിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടുന്നത്. അപ്പോൾ അതുവരെ ഞാൻ അടിച്ച ടെൻഷനും അതുവരെ ഞാൻ അടിച്ച പ്രഷറും കാര്യങ്ങളൊക്കെ അത് പറയാൻ പറ്റില്ല, അത്രയും അധികം. കാരണം നിങ്ങളുടെ ഓരോ കമൻസിലുള്ള ചോദ്യം കേട്ട് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഇവരൊക്കെ ചോദിക്കൽ എന്താണ്, പാർട്ട് ടൈം ജോബ് സെറ്റായോ അല്ല ജോബും സെറ്റായോ എന്നാണ്. അപ്പോൾ അത് ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക്. കാരണം നമുക്ക് നമ്മുടെ അടുത്തൊരു നെക്സ്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം, പാർട്ട് ടൈം ജോബ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബാങ്കിൽ എന്ത് വേണം, എമൗണ്ട് വേണം, കയ്യിൽ വേണം, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അല്ലാത്ത വർഷം നമുക്ക് പാർട്ട് ടൈം ജോബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാസം കടന്നു നീങ്ങാൻ തന്നെ ഭയങ്കര റിസ്ക് ആയിരിക്കും. അതായത് നമ്മൾ വേറൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ജസ്റ്റ് ഫുഡും കാര്യങ്ങളും അക്കോമഡേഷനൊക്കെ ആയിട്ട് തന്നെ അത്യാവശ്യം ചിലവ് വരുന്നുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം, ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്തൊക്കെ എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ, എന്തൊക്കെ ഇൻകം കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കേണ്ടി വരും. കാരണം ഇതൊരു സ്ട്രീറ്റാണ്, ഒരു എന്താ പറയുക, ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജോബിന് വന്നതാണ്. 1 മണിക്കാണ് എൻ്റെ ഷിഫ്റ്റ്. 12:47, 12:50 ഇപ്പോൾ. ഈ ഒരു 10 മിനിറ്റിൻ്റെ ഇടയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നേരം പോലും ഒഴിവ് കിട്ടൂല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ജോബായി കഴിഞ്ഞാൽ. അപ്പോൾ 1.5 മാസത്തിന് ശേഷം എനിക്ക് വർക്കായി. ഞാൻ ഇനി UK-ലോട്ട് വരാനുള്ളവരോടും UK-ൽ വന്നിട്ട് ജോബ് സെറ്റാവാത്തവരോടും ആയിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ ട്രൈ ചെയ്യുക. പരമാവധി ലണ്ടനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തുള്ളതും പിന്നെ അതേപോലെ തന്നെ ലണ്ടനിലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് ജോബ് അന്വേഷിക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും. കാരണം ഇവിടെ ജോബില്ലാതെ ആരും എന്താവില്ല, തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം ഫസ്റ്റ് നമ്മൾ എന്തായാലും സ്ട്രഗിൾ ഉണ്ടാവും. ഞാൻ 1.5 മാസം തള്ളി നീക്കിയത് ഇങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം എല്ലാവരുടെ ചോദ്യമാണ് ഒന്നാമത്തെ പ്രശ്നം. നമുക്ക് മര്യാദക്ക് ജീവിക്കാൻ പറ്റുമെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്താവും, വീണ്ടും വീണ്ടും ടെൻഷനാവും. ലൈക്ക് ഇപ്പം എൻ്റെ വീട്ടിലൊരു അവസ്ഥ പറഞ്ഞാൽ, ഇവിടെ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലെ അവസ്ഥ പറഞ്ഞാൽ, അതിൽ 90% ആളുകൾക്കും ജോബായി. ഏകദേശം 1 വീക്ക് or 2 വീക്സിൻ്റെ ഉള്ളിൽ ജോബായി. അതിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഒരു ജോബ് പോലും ആവാത്തതുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ജോബ് ആയതുടനെ നല്ലൊരു ജോബാണ് കിട്ടിയത്. കാരണം ബാക്കിയുള്ളവരെക്കാളും സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം സാലറി വരുന്ന ഒരു ജോബാണ് എനിക്ക് കിട്ടിയത്. എനിക്കും റെസ്റ്റോറൻറ്റ് ജോബ് തന്നെയാണ്. അതാണ് ലണ്ടനിൽ മെയിൻലി റെസ്റ്റോറൻറ്റ് ജോബ്സാണ് കിട്ടുക. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ള കമൻസിലുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസും കൺസേൺസും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പറയാനും ഞാൻ അടുത്തൊരു വീഡിയോ തന്നെ ചെയ്യാം. കാരണം അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ എവിടെ ആയിരിക്കണം അക്കോമഡേഷൻ. ഞാനിപ്പോൾ ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തിട്ട് എൻ്റെ അക്കോമഡേഷൻ ഇപ്പോൾ ലണ്ടനിലാണ്. ഏകദേശം 2.5-3 മണിക്കൂറിനുള്ളിൽ ട്രാവൽ ഉണ്ട്. എനിക്ക് 2 ദിവസമുള്ള ക്ലാസ്. എന്നിരുന്നാലും ഈ 2 ദിവസത്തിനും വേണ്ടിയിട്ട് ഞാൻ 9 മണിക്ക് എൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് 5 മണിക്ക് എണീറ്റ് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിയാലേ കൃത്യസമയത്ത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും എന്തൊക്കെ സംസാരിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പാർട്ട് ടൈം ജോബ് ആയി, അതേപോലെ തന്നെ പാർട്ട് ടൈം ജോബ് ആവാത്തവർ, അതായത് ഈ UK-ൽ വന്നിട്ട് പാർട്ട് ടൈം ജോബ് ആവാത്തവരും, അതേപോലെ തന്നെ ഇനി വരാനുള്ള സ്റ്റുഡൻസും വന്നു കഴിഞ്ഞാലും ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. കാരണം വരാനുള്ളവർക്ക്
ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചാണ്. മെയിൻലി എവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾ ലണ്ടനിലാണെങ്കിലും ഞാൻ ലൂട്ടണിലോട്ട് താമസം മാറാമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ ലണ്ടനിലായിരിക്കും കൂടുതൽ ജോലി സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലണ്ടനിലോട്ട് വന്നത്. അപ്പോൾ അവിടെ എന്തില്ല, ലക്കില്ല. ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഇവിടെ ജോലിക്ക് പോവാം. ഓക്കെ, അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ലക്കാണ്. എന്തായാലും ജോലി കിട്ടാതിരിക്കില്ല, അത് ഞാൻ തന്നെയാണ് അതിനുള്ള തെളിവ്. കാരണം ഞാൻ കുറേ കാലം അലഞ്ഞ് നടന്നിട്ട് അവസാനം എനിക്ക് ജോബ് കിട്ടി. അത് ഏറ്റവും ബെറ്റർ ജോബാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് എന്ത് ജോലി ചെയ്താലും ഇവിടെ എന്തുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് പേയ്മെൻ്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ ഇന്ത്യയിൽ എത്ര വർക്ക് എടുത്താലും കിട്ടാത്തത്ര ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നമ്മുടെ സീനിയേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് UK വന്നിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് എവിടെ പോയാലും എന്താക്കാൻ പറ്റില്ല, ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അത്രയുള്ളൂ പറയാൻ. ബാക്കി നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, എന്നിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്. താങ്ക് യു.